ഇതെന്തായിട്ടാ ഒരു അറിയിപ്പില്ലണ്ട്. ഇന്നലെ വിളിച്ചപ്പോ കൂടെ ഒന്നും പറഞ്ഞില്ലല്ലോ. എല്ലാ പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ടല്ലേ വരിക. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ പറഞ്ഞിട്ടാ. മോളെവിടെ? അവളിതാ രാവിലെ തന്നെ എന്തോ സ്പെഷ്യൽ ക്ലാസിന് വേണ്ടി നേരത്തെ കോളേജിൽ പോയതാ. അത് സാരല്ല, എന്തായാലും അവളോട് വിളിച്ചു പറയണ്ട. വൈകുന്നേരം വരുമ്പോ അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. മോൻ ഇന്നലെ ലീവ് കഴിഞ്ഞ് ബാംഗ്ലൂർ പോയുള്ളൂ. നിങ്ങൾ വരാന്ന് എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ പിടിച്ച് നിർത്തില്ലായിരുന്നോ? എല്ലാ ശനിയാഴ്ച അവൻ നാട്ടിലേക്ക് വരുന്നല്ലേ. എന്തായാലും ക്ലാസ് മുടക്കണ്ട, കുറച്ചുണ്ട് ഞാൻ അവനൊന്ന് വിളിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ അകത്ത് കയറിയിരിക്കും. പെട്ടെന്ന് വന്നുകൊണ്ട് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. കൈ ഓടുന്നില്ല, കാലും ഓടുന്നില്ല. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ഇവിടെ വന്നിരിക്കയാ. ഞാൻ കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. താഴേക്ക് വരുന്നില്ലേ? ഞാൻ പിന്നെ കഴിക്കടോ, കുറച്ചിവിടെ ഇരിക്കട്ടെ. പിന്നെ പിള്ളേരോട് ഇത്തവണ ട്രിപ്പ് പോകുന്നില്ല എന്ന് പറഞ്ഞോ? അവളാണെങ്കിൽ അതാ റൂമിൽ മുഖവും വീർപ്പിച്ചിരിക്കുന്നുണ്ട്. അവൻ 2 ആഴ്ച കോളേജിൽ ലീവ് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നത്. അപ്പൊ നിങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോ അതാ രാവിലെ തന്നെ പോയിരിക്ക. എന്തു പറ്റി? എന്താ അങ്ങനെ പറഞ്ഞ്? ട്രിപ്പ് പോകുന്നില്ല എന്നൊന്നല്ല പറഞ്ഞത്, ഈ മലേഷ്യക്ക് പോവാൻ പറ്റില്ല പറഞ്ഞതാ. ഈ മൂന്നാറോ കൊടൈക്കനാലോ അവിടെ എവിടെയെങ്കിലും 2-3 ദിവസം പോവാന്ന് പറഞ്ഞതാ. പിള്ളേരെ കേക്കണ്ടേ? അതിന് ഇക്കാലത്ത് മൂന്നാറും കൊടൈക്കനാലൊക്കെ ആര് പോവാനാ? എല്ലാ വർഷവും ലീവിന് വന്ന മക്കളെയും കൊണ്ട് ലോങ് ട്രിപ്പ് അല്ലേ പോവാ. പിന്നെ മലേഷ്യ എന്ന് പറഞ്ഞാൽ അത്ര ചെലവൊന്നുമില്ല. ഈ അടുത്ത് ഇവിടുന്ന് ആരൊക്കെയോ പോയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വരുന്നതിന് മുമ്പേ ഞങ്ങൾ 3 ആൾ കൂടി പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. എന്തായാലും ലീവ് കഴിയുന്നതിന് മുമ്പ് നമുക്കൊന്ന് പോയിട്ട് വരാം. എന്തിനാ കുട്ടികളെ വെറുതെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? അതല്ലടോ, നിന്നോട് പിന്നെ പറയാൻ വേണ്ടിയിരുന്ന, എന്തായാലും അറിഞ്ഞാലേ പറ്റൂ. ഇപ്രാവശ്യം എന്റെ ലീവല്ല കേട്ടോ, ഞാൻ നിർത്തി വന്നതാ. എന്താ പറഞ്ഞ? ആടോ, കാര്യമായിട്ട് പറഞ്ഞതാ. എല്ലാ പ്രാവശ്യം ലീവിന് പോകുമ്പോഴും നിന്റെയും മക്കളുടെയും കരച്ചിൽ കണ്ടല്ലേ പോവാ. അതൊന്നും കണ്ടിട്ട് ഒരു മനസ്സമാവല്ലോടെ അവിടെ പോയിട്ട്. കുറെ ആലോചിച്ചാ. പിന്നെ വയസ്സ് 19 കഴിഞ്ഞില്ലേ, ഇനി എത്ര കാലം പറഞ്ഞിട്ടാ. അതുകൊണ്ട് നിർത്താൻ തന്നെ തീരുമാനിച്ചു. ബാക്കിയുള്ള കാലം കുറച്ച് നാട്ടിൽ ജീവിക്കട്ടെ. ഈ നാട്ടിൽ ജീവിക്കുക പറഞ്ഞ ചില്ലറ കാര്യമല്ല. പറയുകയാണെങ്കിൽ കല്യാണത്തിന് മുമ്പേ നിങ്ങൾ ഗൾഫിൽ പോയതാ. ഇത്രയും കൊല്ലമായിട്ട് ഈ വീടല്ലാണ്ട് വേറൊരു സമ്പാദ്യം നമുക്കില്ല. എല്ലാ കൊല്ലവും നാട്ടിൽ വരുമ്പോ ഞാൻ പറയുന്നല്ലേ കുറച്ച് സ്ഥലം വാങ്ങിച്ചട്ടെ. പക്ഷെ ആര് കേൾക്കാനാ? അല്ല, ഇവിടെ ഇരുന്നിട്ട് എന്താക്കും പറഞ്ഞിട്ടാ? പിരിഞ്ഞു വരുമ്പോ ഒരു 10-20 ലക്ഷം ഉറുപ്പിക എടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യണം എന്നാണ്. എന്തായാലും ഞാൻ നാട്ടിലുള്ളത് നിനക്ക് മക്കൾക്കൊക്കെ ഒരു സന്തോഷമാണല്ലോ. 20 ലക്ഷം രൂപയെ? ഇത് നിങ്ങൾ ഗൾഫിൽ പോയ കാലമല്ല. ഇക്കാലത്ത് ഈ പൈസയും കൊണ്ട് എന്താക്കും പറഞ്ഞിട്ടാ? എന്റെ മോനെ, നീ ഇക്കാലത്തൊന്നും ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരണ്ട കേട്ടോ. അച്ഛനോട് ഭയങ്കര വെറുപ്പിക്കല. ഒന്ന് ഫോൺ ചെയ്യാൻ പറ്റില്ല, ഫ്രണ്ട്സിനോട് പുറത്തു പോകാൻ പറ്റില്ല. രാത്രി 10 മണിക്ക് ശേഷം മൊബൈലേ എടുക്കണ്ടെന്നൊക്കെയാ. ആ കൂടി മതിയായടാ. അച്ഛനോ ഇവിടെ തന്നെ സെറ്റ് ആവണമെന്നാ, പോണില്ല എന്നൊക്കെയാ പറയുന്നത്. നിന്നെ പോലെ വല്ല കോഴ്സ് എടുത്ത് പുറത്താണെങ്കിലേ ഈ നരകത്തിൽ പിന്നെ വരണ്ടായിരുന്നല്ലോ. അല്ലേ, നിങ്ങൾ വന്നിട്ട് ഇപ്പൊ 3 മാസം കഴിഞ്ഞില്ലേ? ആ പച്ചക്കറി ബിസിനസ് തുടങ്ങാൻ വേണ്ടി 2-3 ലക്ഷം അവിടെ കൊണ്ടിട്ടു. പിന്നെ ഒരു ഓട്ടോ വാങ്ങി അതിപ്പോ വർക്ക്ഷോപ്പിലും കിടക്കണു. ഈ പൈസയൊക്കെ ഇങ്ങനെ തന്നെ കളയാനാ ഉദ്ദേശം? ഇനി എന്താ നിങ്ങളുടെ പരിപാടി? നീ പറഞ്ഞ ആരെയാടോ? 20 ലക്ഷം കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അറിയാത്ത ബിസിനസ്സിൽ ഇറങ്ങി ഒരു 3-4 ലക്ഷം അങ്ങനെയും പോയി. ബാക്കി ഒരു 10-15 ലക്ഷം ഉണ്ട്. അത് ബാങ്കിൽ ഇട്ടിട്ടേ 2 ദിവസം കഴിഞ്ഞാൽ നാട്ടിൽ പണിക്കിറങ്ങട്ടെ. അതാകുമ്പോ ദിവസം ഒരു 1000 രൂപ കൂലി കിട്ടില്ലേ. ഈ ടെൻഷനും ഇല്ല. അച്ഛന് ഗൾഫിൽ സ്വന്തമായിട്ട് ഷോപ്പ് നടത്താന്നാ പിള്ളേർ ഇവിടെ എല്ലാവരോടും പറഞ്ഞു നടന്നത്. ഇപ്പൊ ഈ പണിയും കളഞ്ഞ് നാടൻ പണിക്ക് പോവാന്ന് പറഞ്ഞാൽ അവര് സമ്മതിക്കും തോന്നുന്നുണ്ടോ? അത് അവർക്കൊരു നാണക്കേടല്ലേ? ഞാൻ നാടൻ പണിക്ക് പോയ പിള്ളേർക്ക് എന്ത് നാണക്കേട്? അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഞാൻ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ നീ മക്കളെ കൂടി പോണ്ട പറഞ്ഞ ഒരേ കരച്ചിലായിരുന്നല്ലോ. ഇപ്പൊ എന്താ സ്നേഹമൊക്കെ പോയോ? നിങ്ങൾക്കൊക്കെ ഒരു സന്തോഷം ആയിക്കട്ടെ പറഞ്ഞിട്ട് അവിടെ റിസൈൻ ചെയ്ത് വന്ന. അവിടെ എന്നോട് മിണ്ടിയിട്ട് എത്ര ദിവസമായി ചോദിക്കടി? മോൻ അന്ന് പോയതല്ലേ ബാംഗ്ലൂര്, ഇതുവരെ തിരിച്ചു വന്നിട്ടുണ്ടാ?
പിള്ളേരെ ആരെയും പോട്ടെ വെക്കുക. നിനക്കോ അധികം ലീവിൽ വന്ന 1 മണിയാകുമ്പോഴേക്കും ചോറ് കഴിക്കാൻ അതിൽ ചിക്കൻ ഉണ്ട് മട്ടൺ ഉണ്ട് കണ്ടുപിടിക്കും. ഇപ്പൊ 3 മണിയായി, നീ എന്നെ വിളിച്ചിട്ട് ഇതുവരെയായിട്ട്. ഫോണിലൂടെ ഒരേ കരച്ചിലായിരുന്നല്ലോ, ഏട്ടാ തിരിച്ചു വാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നാട്ടിൽ വന്നപ്പോ അതൊക്കെ പോയോ? കല്യാണം കഴിഞ്ഞിട്ട് വെറും 15 ദിവസം കൂടിയിരുന്നിട്ട് നിങ്ങൾ പോയതല്ലേ, പിന്നെ 1 വർഷം കഴിഞ്ഞിട്ടല്ലേ തിരിച്ചു വന്നത്, അത് 1 മാസത്തെ ലീവിന്. തിരിച്ചു പോകുമ്പോ നെഞ്ച് പടിയുന്ന വേദനയായിരുന്നു ഏട്ടാ. അന്നേരം ഞാൻ കൊറേ പറഞ്ഞതല്ലേ ഇനി പോവണ്ട, നമുക്ക് നാട്ടിൽ എന്തെങ്കിലും ചെയ്ത് ജീവിക്കാന്ന്. അപ്പൊ ഏട്ടനായിരുന്നു നിർബന്ധം, കുറച്ചുകൂടി കഴിയട്ടെ അവിടെ നിന്നിട്ട് പിന്നെ വരാന്നൊക്കെ. അതിനിടയ്ക്ക് കുഞ്ഞുങ്ങളായി, അവരുടെ പഠിപ്പായി. ആദ്യമൊക്കെ കുറെ വിഷമിച്ചു, പിന്നെ ഞാനും അതായിട്ട് അതിന് അഡ്ജസ്റ്റ് ആയി. എടാ നിന്റെ മക്കളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹമില്ലാണ്ടിരുന്നിട്ടില്ല. ഇവിടെ നിന്ന് ലീവ് കഴിഞ്ഞു പോകുമ്പോ നീ നെഞ്ചു പൊട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സാഹചര്യം എങ്ങനെയായിരുന്നില്ലേ, ചെറിയ വീടായിരുന്നില്ലേ, വലുതാക്കി മോളിലേക്ക് എടുത്തു. മക്കൾ നല്ല സ്കൂളിൽ പഠിപ്പിച്ചു. ഇപ്പൊ കോളേജിൽ ഫീസ്, ഹോസ്റ്റൽ ഫീസ് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് പെങ്ങളെ വീട് പണി, അച്ഛൻ്റെ അമ്മേനെ തറവാട് പുതുക്കി പണി കൊടുത്തു. അങ്ങനെ ഓരോ പ്രാവശ്യം നിർത്താൻ വിചാരിപ്പിക്കും. ഭാരതം കൂടി വരികയല്ലേ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടല്ലേ ജീവിച്ച്, അതൊന്നും ആരും മനസ്സിലാക്കാത്ത. മക്കളൊരു അഞ്ഞിനെ പോലെയല്ലേ ഇപ്പൊ എന്നെ കാണുന്നത്. അതൊക്കെ പറയുമ്പോ പറയാന്നേ ഉള്ളൂ, കൊടുത്തൊന്നും കാണില്ല. ആദ്യമൊക്കെ നിങ്ങൾ നാട്ടിൽ വരുമ്പോ പെങ്ങളും നാട്ടുകാരും കുടുംബക്കാരൊക്കെ ഓടി വരികയായിരുന്നില്ലേ. ഇപ്പൊ ജോലിയും കഴിഞ്ഞ് തിരിച്ചു വന്നു പറഞ്ഞപ്പോ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? അതൊക്കെ അത്രേ ഉള്ളൂ ഏട്ടാ. ചിലപ്പോ കൊടുത്ത പൈസ തിരിച്ചു ചോദിക്കൊണ്ട് പേടിച്ചിട്ടായിരിക്കും. പിന്നെ മക്കളുടെ കാര്യം പറഞ്ഞില്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും വർഷത്തിനിടയ്ക്ക് നിങ്ങൾ എത്ര ദിവസം മക്കളുടെ കൂടെ ഇരുന്നിട്ടുണ്ടാകും? പിന്നെ എങ്ങനെയാ അവർക്ക് അച്ഛനോട് സ്നേഹം ഉണ്ടാവുക? അല്ലെങ്കിലും പ്രവാസികളുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അച്ഛൻ കൊണ്ടുവരുന്ന സമ്മാനങ്ങളും, പിന്നെ വന്നു കഴിഞ്ഞാൽ 1-2 മാസം അവിടെ ഇവിടെ ട്രിപ്പ് പോകുന്നൊക്കെ ആയിരിക്കും. പോകുമ്പോ ചിലപ്പോ കരച്ചിലും പിടിച്ചിലൊക്കെ ആയിരിക്കും. അതും പറഞ്ഞ് അവിടെ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന് നിന്നോക്ക്. അപ്പൊ മനസ്സിലാവും മക്കൾ ശരിക്കും എന്തിനാ സ്നേഹിച്ചെന്നുള്ളത്. ഇപ്പൊ ജോലിയും കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ വന്നിരുന്നാലോ അവർക്ക് അതൊന്നും കിട്ടുന്നില്ലല്ലോ. കൂടുതൽ അവരെ നിയന്ത്രിക്കുകയും ചെയ്താ അവർക്ക് പിന്നെ എങ്ങനെയാ ദേഷ്യം തോന്നാതിരിക്കുക? അവരിങ്ങനെയൊന്നും ശീലിച്ചിട്ടില്ലല്ലോ. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അച്ഛൻ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും പൈസ അയച്ചു കൊടുക്കുന്ന ഒരാള്, പിന്നെ ചോദിക്കുന്ന എന്ത് സാധനങ്ങളും മുന്നിൽ എത്തിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നിനക്കോ? പ്രവാസി. മോനെ, നീ എപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത്? അച്ഛൻ നിങ്ങളെ പറ്റിച്ചല്ലടാ. അച്ഛൻ നിർത്തിയിട്ടില്ല, അച്ഛൻ തിരിച്ചു പോവാ. അപ്പോഴേക്കും മോൻ പറഞ്ഞ ഡൽഹിയിൽ ട്രിപ്പ് പോണ്ടേ? ആടാ കാര്യമായിട്ട് പറഞ്ഞതാ. മോൻ വാ. അച്ഛാ, ഇപ്പൊ ഏട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആ മോളെ, അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, നമ്മൾ എപ്പോഴും ഡൽഹി പോകുന്നേ? ഇനിയും കുറെ ലീവ് ഉണ്ട് അച്ഛന്? അച്ഛന്റെ ലീവ് കഴിയാറായി മോളെ. മോള് വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്തു. വന്നു കഴിഞ്ഞാൽ അച്ഛന് പോണം. ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, തിരിച്ചു പോവല്ലേ? ആടെ തിരക്കൂട്ടുണ്ടോ? അച്ഛന്റെ ഫ്ലൈറ്റ് 1 hour ലേറ്റാ. അപ്പൊ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ വരാം. അച്ഛാ, വണ്ടി വന്നുട്ടോ. അതെ, അവിടെ എത്തിയ ഉടനെ വീഡിയോ കോൾ ചെയ്യണേ.
സമയമായിട്ടും എഴുന്നേൽക്കാത്തതുകൊണ്ട് ഒരു സംശയം തോന്നി തട്ടി വിളിച്ചാ ഇപ്പോഴാ കാര്യം മനസ്സിലായത്. അറ്റാക്ക് ആയിരുന്നു. അപ്പൊ ഇവിടെ 2-3 പ്രൊസീജിയർ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ബോഡി നാട്ടിലേക്ക് അയക്കാന്നാ പറഞ്ഞത്.